ഈ PVC ആകുമ്പോൾ ചൂടാണ്. അവരിങ്ങനെ പറന്നടിക്കണ്ടല്ലോ കുട്ടികൾ. ഈ ബ്ലാക്ക് കാണുന്ന ഫുള്ള് തേനാണ്. അവർ വന്നിട്ട് കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ എടുക്കുകയാണല്ലോ. അവ്വാ, ഭയങ്കര സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് വെറൈറ്റി വീഡിയോകളായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഞാനുള്ളത് മുക്കത്തിനടുത്ത് അഗസ്ത്യമൊഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റിജേഷ് എന്ന് പറയും. അവരൊരു പറമ്പ് ഏകദേശം ഒരു 10 ഏക്കർ സ്ഥലത്താണ് ഈ പറമ്പ് ഫുൾ ഏരിയ ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു മിനി ബോട്ടാണിക്കൽ ഗാർഡൻ വന്ന് ആസ്വദിക്കുന്ന ആ ലെവലിലാണുള്ളത്. കാരണം ഒരുപാട് തരം വെറൈറ്റി ആയിട്ടുള്ള വൃക്ഷങ്ങൾ, ചെടികളും ഒക്കെ ഇവർ വളർത്തുന്നുണ്ട്. ഞാൻ ഇതുവരെ കേൾക്കാത്ത തരം വൃക്ഷങ്ങളും ഞാൻ ഇവിടെ കണ്ട്. അപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഇവർ ചെറുതേൻ കൃഷി നടത്തുന്നുണ്ട്. ഇംഗ്ലീഷിൽ സ്റ്റിംഗ്ലസ് ഹണി ബീ എന്നാണ് ശരിക്കും പറയുക. വളരെ കൊച്ചു മൈന്യൂട്ടായിട്ടുള്ള അവർ തേൻ ഉണ്ടാക്കുന്നത്. പിന്നെ പറമ്പിൻ്റെ പല ഭാഗത്തും ഷെഡൊക്കെ കെട്ടിയിട്ട് ഈ തേൻ കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ. ഈ കാണുന്നതെല്ലാം റിജേഷിൻ്റെ പറമ്പിൻ്റെ ഭാഗങ്ങളാണ്. പല ഭാഗത്തായിട്ട് ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട്. റിജേഷ് ഇവിടെ എന്തോ വർക്കിൽ മുഴുകി നിൽക്കുകയാണ്. ആദ്യം പരിചയപ്പെടാം നമുക്ക്. റിജേഷ് നമസ്കാരമുണ്ട്. ഇതാണ് ഇയാളാണ് റിജേഷ് എന്ന് പറയുന്നത്, നമ്മളെ സുഹൃത്ത്. അപ്പോൾ പലതരം വെറൈറ്റി പറമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ എന്താ പരിപാടി നടക്കുന്നത്? നമ്മൾ ചെറുതേനീച്ചന്റെ തേന് എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഈ ടൈപ്പ് കൂട് ഇപ്പോൾ വേറെ ഇല്ല. അപ്പോൾ നമ്മള് പിന്നെ ഇതെന്താ പ്രത്യേകത ഉള്ള എന്താ സംഭവം? ഇത് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന ഇത് നമ്മളെ PVC പൈപ്പാണ്. PVC പൈപ്പ്. അങ്ങനെ തേന് മുകൾ ഭാഗത്ത് വേറെ ഒരു സെപ്പറേറ്റ് ഒരു ഇത് ഞാൻ ഇതുവരെ കണ്ടില്ല. ഈ വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടത് ശരിക്കും വേറെ തരം ബോക്സ് ഇല്ലേ, വേറെ തരം നിലത്ത് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, വലിയ തേനീച്ചന്റെ. അത് പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ ഫസ്റ്റാ കാണുന്നത്, ഇങ്ങനത്തെ ഒരു വേറെ തരം അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഇതുണ്ടല്ലോ തേനീച്ച കൂടല്ലേ. ഓക്കെ. ഇതാ തേനീച്ച നമുക്ക് കാണാൻ എടുത്തുനിന്ന്. ഇത് തേന് സെപ്പറേറ്റ് വേറൊരു ചേമ്പറിൽ കയറിക്കൊണ്ടിരിക്കുക അല്ലേ. തേന് വേറൊരു ചേമ്പറിലാണ് ശേഖരിക്കുക. പിന്നെ അടിഭാഗത്ത് മുട്ടയും അതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ പൂമ്പൊടിയൊക്കെ താഴെ വരിക. തേന് മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സുഖമാണിത്. അങ്ങനത്തെ ഒരു. അപ്പൊ ഇത് എത്ര തരം കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങള്? ഇത് മുളന്റെ വേറൊന്നും ഒരു നാച്ചുറൽ. ഇവിടെ കേറുന്നുണ്ടല്ലോ അല്ലേ. ഇതുണ്ടല്ലോ. ഇതാ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കാണാൻ പറ്റൂതാ ഈ ഈച്ചകൾ ഇങ്ങനെ പോയി വരുന്നുണ്ട് അല്ലേ. ഇതിപ്പോ അടുത്ത് ഡിവൈഡ് ചെയ്തായതുകൊണ്ട് ഉള്ളിൽ ഇത് ഡിവൈഡ് ചെയ്ത് ഉള്ളിൽ തേൻ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ടൈപ്പ് അല്ലേ. ഇതും ഡിവൈഡ് ചെയ്ത് വേറൊരു കൂടുന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് പലതരം പരിപാടികളുണ്ടല്ലോ അല്ലേ. സ്ട്രെങ്ത് കുറവുള്ളത് അതുകൊണ്ടാണ്. ഇതിപ്പോ ഒരു ചെറിയ റോള് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതാക്കണ്ടല്ലോ. കൂടെ റിജേഷിന്റെ മോളുണ്ട്. ഓളും കുറെ കൃഷിനെ കുറിച്ച് അറിയാം. ഇതിന്റെ പേര് ആത്മിക. അവിടെ സ്കൂളിൽ എത്ര പഠിക്കുന്നത് നീ? അറിയോ ഇതിന്റെ കൃഷിനെ പറ്റി, തേനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. കുറെ ഒക്കെ ഐഡിയ ഉണ്ട് അല്ലേ. നീ ചെയ്യാറുണ്ട് ഇടയ്ക്ക്? അച്ഛനുള്ള സഹായിക്കും? അച്ഛനോട് സഹായിക്കും അല്ലേ. ഓക്കെ. അപ്പം ഭാവിയിൽ ഒരു എക്സ്പേർട്ട് ആവൂലേ ഇതിന്. ഇനി ഇതെന്തൊക്കെ നമ്മൾ കണ്ടത്? ഇതാ മുളന്റെ കൂട് കണ്ട്. ഇത് മണ്ണിന്റെ ചട്ടി ടൈപ്പ് അല്ലേ. പിന്നെ ഇവിടൊക്കെ ഉണ്ട് കംപ്ലീറ്റ്. ഇതാണ് ശരിക്കും പല ഭാഗങ്ങളിൽ പല ഷെഡായിട്ടാണുള്ളത്. ഇത് ഈ ബോക്സ് ഇത് ശരിക്കും ഇത് വേറെ വെറൈറ്റി അല്ലേ ഈ സംഭവം. ഇതിനെവിടെ ഇതിന് എൻട്രി? അപ്പുറത്തെ ഭാഗത്താ അല്ലേ. ഓക്കെ, അവിടെ പോയി. ഓക്കെ. ഇതും അതുപോലെ തന്നെ അല്ലേ. അപ്പൊ ഇത് കൊച്ചു തേനീച്ചകൾക്ക് മാത്രമുള്ള ബോക്സ് ആണ് ഈ കാണുന്നത്. വലിയ തേനീച്ച ആകുമ്പോഴേ വേറെ ടൈപ്പ് ബോക്സ് ആണ്. വേറെ ടൈപ്പ് ബോക്സ്. നിങ്ങളെ ബാക്കിലുള്ളതാ? ബാക്കിൽ അവിടെ ഒക്കെ കാണുന്നുണ്ട്. ഇതും വേറെ ടൈപ്പ്. അത് രണ്ടിതായിട്ടില്ല. ഇതൊക്കെ എന്താ സംഭവം? ഇത് റബ്ബറിന്റെ റബ്ബറിന്റെ ഇതൊക്കെ ഉണ്ട്. എല്ലാ പരിപാടികളും ഉണ്ടല്ലോ ഇവിടെ. നമ്മളെ മടിയനീച്ചകളുണ്ട്. മടിയനീച്ചകൾ കുറേ ഉണ്ട്. അപ്പോൾ അതിന് ഫുള്ള് ഇതിലേക്ക് ആക്കണം. അത് നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഈച്ചകളിലും മടിയനീച്ചകളുണ്ട്. ഒരു സെക്യൂരിറ്റി ആയിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. മടിയനീച്ച ആണെങ്കിലും സെക്യൂരിറ്റി ആണ്. ഇവർക്ക് ഓരോ എൻട്രിയിലും സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ നമ്മള് അതൊക്കെ ശരിക്കും അതിശയ കേൾക്കുന്ന കാര്യങ്ങൾ കണ്ടില്ല. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എൻട്രി പോയിന്റിലും
ഇവർക്ക് ഒരു വാച്ച്മാൻ പോലെ അല്ലേ? അത് ശരി. പിന്നെ എന്തെങ്കിലും പിന്നെ മറ്റേ എട്ടുകാലി പോലുള്ള സാധനങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ പലതും ആക്രമിക്കാൻ ഒരു ഉറുമ്പൊക്കെ പോകും. ഉറുമ്പ് അതൊക്കെ അവർ തടഞ്ഞു ഒക്കത്തിനെയും കടിച്ച് പുറത്തേക്ക് ഇടും. അങ്ങനെ ഇതിലാണ്. അപ്പോൾ അങ്ങനത്തെ കുറെ ഈച്ചകൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറെ ഈച്ചകൾ ഉണ്ടാവും. അപ്പൊ അവരെ ഈ ബോക്സ് എങ്ങനെ പരിപാടി കുപ്പിന്റെ ഇത് നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് വാട്ടറിന്റെ. അപ്പൊ അത് അടിഭാഗം കട്ട് ചെയ്തിട്ട് നമ്മളൊരു നെറ്റ് ഇവിടെ വെച്ചിട്ട് നെറ്റ് കവർ ചെയ്താൽ അപ്പൊ അതിന് കുറച്ച് എയർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് ഇതിന്റെ പിന്നെ ഫേസിൽ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഈച്ചകൾ ഇതിൽ വരും. നമുക്ക് അതൊന്ന് കാണാല്ലേ? അത് ഇതിപ്പോ അതിന്റെ ഉള്ളില് ആൾറെഡി തേനീച്ചുണ്ട് അല്ലേ? അപ്പൊ ഇതിലേക്ക് ഇങ്ങോട്ട് ഇറക്കും. അതാണ് കഥ. പോകുന്നുണ്ടല്ലോ. ഓ അത് ശരി. അങ്ങനെ ഇപ്പൊ പോണത് എല്ലാ കൊച്ചു തേനീച്ചകളും ഉള്ളിലേക്ക് പോകുന്നുണ്ടോ? ഫുള്ള് പോകും. റാണി ഉണ്ടാവില്ല. റാണി പോലെ റാണിയും കുറച്ച് ഈച്ചകളും എന്തായാലും ഉള്ളിലുണ്ടാവും. ശരി. അപ്പൊ ഒരു പെർമനന്റ് അല്ലേ? അവർ പുറത്ത് പോവല്ലേ? അവർക്ക് പുറത്ത് പോകില്ല. റാണി ഒരിക്കലും പുറത്ത് പോകില്ല. ശരി. അതിപ്പോ ഏകദേശം ഫുള്ള് ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് അല്ലേ? കുറെ തേനീച്ചകൾ കൂടുതൽ വികൃതിയുള്ള നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈച്ചകൾ ഫുള്ള് ഇതിൽ കേറിയിട്ടുണ്ട്. നമ്മൾ തണലിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് ചത്തുപോകും. തണലിലേക്ക് മാറ്റി വെച്ചാണ്. അപ്പം അത് ഊരിയില്ല. അപ്പൊ ഹെൽമെറ്റ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്? ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. വല്ലാതെ ശല്യം ചെയ്യുന്ന ഈച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഒരു ഇത് കെട്ടി വെച്ചതാണ്. തേനാണ്. ഇതാണ് തേന് കാണുന്നുണ്ട് അല്ലേ? തേന് അതാ. ഓക്കെ. ശരി. അപ്പൊ അടിയിൽ തേൻ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കല്ലേ? തന്നെയാണ്. ഇത് അയച്ചെടുക്കുന്നുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇതിനുള്ളൊരു ഇത് ഇങ്ങനെയാണ് കുറച്ചൊരു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഇതാണ് തേനാണ് ഒലിക്കുന്നത്. തേനീച്ചകൾ ഇങ്ങനെ ചുറ്റുവട്ടം പറക്കുന്നുണ്ടല്ലേ? നമ്മൾ ഇത് ചെയ്ത് മറ്റേ ബോക്സിൽ കുപ്പിയിലേക്ക് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കാൻ ശ്രമിക്കില്ല. ഇതാണ് തേനിതാ. അപ്പൊ ഈ അതിന്റെ ഉള്ളിൽ തേനീച്ച ഉണ്ടപ്പോ ചെറുതായിട്ടുണ്ട് കുറച്ച്. ബാക്കി ഇവിടെ ഒരു തേന് മാത്രം. അടിപൊളി. ഇത് തേന് മാത്രം. ഇത് നമ്മൾ പിഴിയൂല. ഇത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഉരുകി ഇതിൽ ഒലിച്ചു വരും. മെഴുക് മാത്രം ഇതിലാവും. അങ്ങനെ. അപ്പൊ അവിടെ ഫുള്ള് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കും ഫുള്ള് അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ. അതിൽ ഈച്ച കുടുങ്ങുമോ? കുറച്ചൊക്കെ ഈച്ച കൊടുങ്ങും. പക്ഷെ അതൊക്കെ പോവുകയും ചെയ്യും. പറന്ന് പോയിക്കോളും. കുറേ എണ്ണം. അതിൽ ചത്തൂല അല്ലേ? കുറച്ച് ചാവും. അതിന്റെ ഉള്ളിൽ കുടുങ്ങും അല്ലേ? പിന്നെ നമ്മൾ അരിച്ചിട്ട് ഇതാവില്ല. അത് തേനിലേക്ക് ആവില്ല. ആ മെഴുകിന്റെ ഉള്ളിൽ ഇതാവും ഒരു. അപ്പൊ ഇത് ഒരു പക്ഷെ നിങ്ങൾ കുറച്ച് ഇതിന്റെ ഇടയ്ക്ക് അല്ല, ഇത് കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറുത് 1-2 അങ്ങനെ കുറച്ചേ എടുത്തതിന്റെ ബാക്കില്. മറ്റേ അല്ലാത്ത കൂടുകളാകുമ്പോൾ വല്ലാതെ കുടുങ്ങിപ്പോകും. ഇത് ഇങ്ങനെ അല്ല, ബോക്സ് അല്ല, ഇത് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓരോ ഇതിലിങ്ങനെ. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ സെപ്പറേറ്റ് ഓരോ അറകളാണല്ലേ? ഇത് മുട്ടയും കുറച്ച് തേനും ഒരു ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പുതിയ കൂടായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇത് മുട്ടയാണ്. ഇത് കാണുന്ന മുട്ട ഇതില്ലേ? മുട്ടയാണ്. അവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ റാണി ഉണ്ടാവും. ഇതില് റാണി ഉണ്ടാവുക. പറക്കുന്നുണ്ടല്ലേ? മുട്ടയും ഈറ്റുങ്ങൾ കുത്തുവോ? ഈറ്റുങ്ങൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാം. ചെവിയിൽ മുടികളിലൊക്കെ പോയിട്ട് അങ്ങനെ. ഇനിയിപ്പോൾ അതിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യും അല്ലേ? മുട്ട നമ്മൾ വല്ലാതെ പ്രസ് ചെയ്യാതെ മെല്ലെ. ശരി. വളരെ സ്ലോയിൽ എടുക്കണം. ഇത് ഫുള്ള് തേനീച്ചകളാട്ടോ ചുറ്റുവട്ടം. ഇത്
നേരത്തെ അതിൽ നിന്ന് എടുത്ത സാധനം. മെഴുകാണിത്. മെഴുകല്ലേ? എന്താല്ലേ ഇതിൻ്റെ ഒരു കഥ. ഇതിപ്പോ ഇനി നമ്മൾ ഈ ബോക്സിലേക്ക് നിങ്ങൾ മാറ്റൂലേ? കുറച്ച് ബോക്സിലേക്ക് കുറച്ച് മുട്ടയും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം അല്ലേ മെയിനായിട്ട് അല്ലേ? ഇത് ഈ കൂടിനുള്ളിൽ കവുങ്ങിന്റെ ചെറിയൊരു ഇത് വെച്ചിട്ട് ഉണങ്ങിയ പ്ലാസ്റ്റിക്കിനുള്ളൊരു കവുങ്ങുണ്ട്. ആ ചൂടിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചൂട് വല്ലാതെ പറ്റൂല. ഈ PVC ആകുമ്പോൾ ചൂടാണ്. ഇങ്ങനെ പറഞ്ഞടിക്കേണ്ടല്ലോ കുട്ടികൾ. മുട്ട എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കണം കുറച്ച്. ഇതൊക്കെ മുട്ടായി. ഇതിപ്പോ ആയിരക്കണക്കിന് ഏച്ചകളുടെ പ്രയത്നമല്ലേ? സ്പൂണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതൊന്ന് ഇതാക്കും. കുറച്ച് അതിലേക്ക് വെക്കുന്നുണ്ട് നമ്മൾ. എന്താണെന്ന് വെച്ചാൽ രണ്ടിലും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാണ്ട്. അതിനകത്ത് സാധനം ഉണ്ടല്ലേ? അതെന്താ വലുത് കാണുന്ന മുട്ട? ഏതാ? ഇത് മുട്ടയല്ല, ഇത് പൂമ്പൊടിയാണ്. ശരി, പൂമ്പൊടിയും അതാണ് പൂമ്പൊടി അല്ലേ? പൂമ്പൊടി സൈഡിലുള്ള. മോളെ അതൊന്ന് പൊന്തിച്ചിങ്ങോട്ട് എടുത്തേക്ക് കൊണ്ടാച്ചിട്ടുണ്ട്. ഇത് വിരിയാനായ മുട്ടയുണ്ട്. ഇത് വിരിയാനായ മുട്ടയാണ് ഈ സൈഡിൽ. ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പൊ റാണി ഇതിനുള്ളിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ആയതുകൊണ്ട് റാണിനെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? റാണി കുറച്ച് വലുതായിരിക്കും. ഈ തേനീച്ചകളിൽ നിന്നും കുറച്ച് വലുതായിരിക്കും. അപ്പൊ എന്തായാലും റാണി ഞാൻ ഇന്ന് മുട്ട വേറെ ഇട്ടോളും. അപ്പൊ നമ്മള് കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. അത് ഈ ബോക്സിൽ വെച്ച്, ഈ ബോക്സ് ഇങ്ങനെ തന്നെ. റാണീനെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റാണീനെ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും വെച്ചാല് ആ സ്ഥലത്തേക്ക് പിന്നെ നമ്മളിപ്പോ അഴിച്ചെടുത്ത സ്ഥലം ഉണ്ടല്ലോ കൂട്, ആ സ്ഥലത്തേക്ക് പുതിയ കൂട് ഫിക്സ് ചെയ്യും നമ്മൾ ഈ മരത്തിന്റെ. തേനൊക്കെ കുറച്ചുണ്ട് അന്ന്. അത് ഇതിന്റെ കഴിഞ്ഞില്ലേ? ഈ അടച്ചു കഴിഞ്ഞു. ഇത് ക്ലോസ് ചെയ്യും. ഇത് നമ്മൾ ക്ലോസ് ചെയ്യും. ഇനിയിപ്പോ പുതുതായിട്ട് അത് അവിടെ വെക്കോ വെറുതെ? ഇത് കുറച്ച് ഇപ്പറ വെക്കും. അപ്പൊ എന്തായാലും അല്ല അതിനിപ്പോ അതിനുണ്ടോ മുട്ടകൾ മുട്ട ഉണ്ട്. ഇത് രണ്ട് കൂടാക്കുമ്പോ ഒരു കൂട് നമ്മൾ രണ്ട് കൂടാ ഒന്നായി സെപ്പറേറ്റ് ചെയ്യും. ഇതിലേക്ക് ആ മുട്ട അല്ലേ നമ്മൾ എടുത്ത് വെച്ച മുട്ടയും കുറച്ച് പൂമ്പൊടിയൊക്കെ വെക്കേണ്ടതുണ്ട്. പക്ഷെ പൂമ്പൊടി ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യുന്നില്ല. ഇതിപ്പോ ഇത് മുട്ട അല്ല, ആ മുട്ടന്റെ മുട്ട. ഇത് മുട്ട. ഇത് അപ്പുറത്തുള്ള മാവാൻ പോകുന്നത്. കുറച്ച് പൂമ്പൊടി കൂടി ഇതിൽ ചെയ്യേണ്ടതുണ്ട്. അതിന് വേറെ ഒരു കൂട്ടുന്ന് നമ്മൾ എടുത്തിട്ട് ഇവിടെ വെക്കും. പൂമ്പൊടി വെക്കണം. മൂന്നും മിക്സ് ആയാലേ വെറ്റുകൾ വരും. പൂമ്പൊടിയും കുറച്ച് തേനൂടി ഇതിൽ വെക്കേണ്ടതുണ്ട്. ഇത് തേനാണ്. ഇത് തേന. അപ്പൊ അവർക്ക് തേനും കുറച്ച് വെക്കാം. കുറച്ച് തേന് കുറച്ച് പൂമ്പൊടി വേണം. പൂമ്പൊടി ഇപ്പൊ മിക്സ് ചെയ്തിട്ട് വെറുതെ അവിടെ വെച്ചാൽ മതി. ബാക്കി ഓരോ. അപ്പൊ ഒരു ബോക്സിന്റെ ഏകദേശമായി. ഇതിപ്പം ബോക്സ് ഇനി തൂക്കാനുള്ള പരിപാടി. അപ്പൊ അതില് മറ്റേ സാധനം വെക്കണം. പൂമ്പൊടി അതിന് പിന്നെ ഇട്ടാ മതി. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും. ഇപ്പൊ തന്നെ ചെയ്യണം. ഇപ്പൊ എവിടെ തൂക്കുന്ന നമ്മള്? ഇവിടെ തന്നെ. കുറെ ആളുകൾ കേറാനുണ്ടല്ലോ. അവര് കേറിക്കോളൂ അല്ലേ? അവരവർക്ക് കേറണം. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളിത് അത് ഇങ്ങനെ അയച്ചു വിടുകയാണ്. അപ്പോൾ അവരെല്ലാവരും ആ കൂട്ടിലേക്ക് പോയിക്കോളും. എല്ലാവരും തുറന്നു വിട്ടു തട്ടി കൊടുത്താൽ എല്ലാവരും
പോയിട്ടുണ്ട്. കോഴിക്കോട്. പിന്നെ ഇതെടുക്കാം നമുക്ക്. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ മുകളിലേക്കാണ് പോകുന്നത് അല്ലേ? മുകളിലത്തെ അവിടെ എക്സ്ട്രാക്ട് ചെയ്യാണ്ടല്ലേ? അത് വേറെ ടൈപ്പാ ബോക്സ്. ഇതിപ്പോ എന്താ ചെയ്യുന്നത് നീ? ഇത് നമ്മള് പിന്നെ കുറച്ച് മുന്നേ എടുത്ത തേന്റെ മെഴുകാണ്. തേന്റെ മെഴുക് അവിടെ ആ കൂട്ടുന്ന പഴയ കൂട്ടുന്ന എടുത്ത് വെച്ചാണ്. ഇതാണ് സാധനം. ഒരു തേന്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി. എന്താ ചെയ്യുന്നത് അവിടെ ബോക്സിൽ? ഇത് ബോക്സിൽ ഒന്ന് ചെറുതായിട്ട് സ്മെല്ല് വരാനാ. പിന്നെ ഇതിന്റെ എൻട്രൻസിൽ നമ്മൾ കുറച്ച് ഇതിങ്ങനെ ആക്കിയിട്ട് ഒന്ന് ചെയ്തു വെക്കും. അപ്പോൾ ഒരു ഹോളിന്റെ സ്റ്റാർട്ടിങ് ഒരു ഹോളിന്റെ അവിടെ സ്മെല്ലടിക്കാൻ. ഇതുപോലെ എൻട്രൻസിൽ ഓലൊരു എന്താ പറയാ കുറേ മെഴുകു സാധനങ്ങളൊക്കെ മെഴുകും മിക്സ് ചെയ്ത് കണ്ട് ഇത് മരത്തിന്റെ എന്തൊക്കെയോ വേസ്റ്റോ എന്തൊക്കെയോ സാധനങ്ങളാണ് അവർ കൊണ്ടുവെക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഇത് ഇവിടെ കുറച്ച് മെഴുക് വെച്ചിട്ട് അതിൽ ഫിക്സ് ചെയ്താൽ ഒളിഞ്ഞു പോകുന്നുണ്ട് സാധനം, മെഴുക് കുറവുള്ളതുകൊണ്ടേ. അപ്പോൾ അവർക്ക് എന്തായി ഈ കൂട്ടിലേക്ക് പെട്ടെന്ന് കയറും. അവർ എൻട്രൻസിൽ വെച്ച സാധനമാണല്ലോ അത്, അവർ വെച്ച സാധനം. അപ്പം നമ്മൾ അതൊന്ന് പറിച്ചിട്ട് ഇതുവർക്ക് ലാൻഡ് ചെയ്യാനുള്ളതാ, ലാൻഡിങ്ങിലുള്ളതാണ്. പിന്നെ പുറത്ത് ഈ ഇരുന്നതിന് ശേഷം ഉള്ളിലേക്ക് പോവാ തന്നെ ആ ഒരു സംഭവമാണിത്. ഇതിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. നേരത്തെ നമ്മൾ കാണിച്ചതിന്റെ ഒരു വേറെ തരം. വലിയ തേനീച്ചേൻ്റെ പോലെ കുത്തൂല നമുക്ക് അങ്ങനെ. പക്ഷെ ഇത് ഒരു ഇറിറ്റേഷൻ ചെയ്യും, ഭയങ്കര ഇറിറ്റേഷൻ ചെയ്യും, കണ്ണിൽ മൂക്കിൽ ഒക്കെ പോയിട്ട് പിന്നെ മുടിയിലൊക്കെ പോയിട്ട് അങ്ങനെ. പിന്നെ എല്ലാ ഈച്ചകളും ഇങ്ങോട്ട് പോരുന്നുണ്ടോ? കുറേ ഈച്ചകൾ വരും, ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിൽ നിന്ന് എടുത്തേ അതൊന്ന് കുറച്ചെടുത്താ ഇത് പൊളിക്കാണേ. മെല്ലെ സാവധാനം ഇങ്ങനെ തുറക്കണം. ഈ ഇത് കാണുന്ന ബ്ലാക്ക് കാണുന്ന ഫുള്ള് തേനാണ്. ഫുള്ള് തേനാണ്. ഇത് ഞാൻ ഈ പ്രാവശ്യം ഒന്നും ചെയ്തില്ല, അതുകൊണ്ടുള്ളതാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് പിന്നെ ഡിവൈഡിങ് ചെയ്യാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളൊന്ന് നോക്കുന്നുണ്ട് റാണി എവിടെയോ ഉണ്ടോന്നുണ്ട്. റാണീനെ കണ്ടില്ല, അത് അടിയിലേക്ക് പോയിട്ടുണ്ട് നമ്മളെ. റാണിമുട്ടയും കുറച്ച് ഇതും മതി. റാണിമുട്ട എന്ന് പറയുന്നത് കുറച്ചൊരു വലിപ്പമുള്ള ഇതായിരിക്കും. എൻ്റെ കയ്യിലൊക്കെ നിറച്ചു. അവർ വന്നിട്ട് കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യും. അവരത് നമ്മൾ എടുക്കുകയാണല്ലോ, നല്ല ഇതിലേക്ക് ഈ ഭാഗത്താണല്ലേ. ഇപ്പോൾ ഇത് മുട്ടായിരുന്നു, ഇത് മുട്ട വിരിയാനായത്. ഇതെല്ലാം വിരിഞ്ഞിട്ട് തേനീച്ചകളായിട്ട് മാറും, തേനീച്ചയായി മാറും. എന്നിട്ട് ഒരു സെറ്റ് പിരിഞ്ഞിട്ട് പോകും. ഇതൊന്ന് പിരിഞ്ഞിട്ട് പോകും, സെറ്റ് പിരിഞ്ഞിട്ട് വേറെ കൂട്ടിലേക്ക് പോകും. വേറെ കൂട് കണ്ടുപിടിക്കും. കണ്ടുപിടിക്കില്ല. അങ്ങനെ അപ്പൊ നമ്മൾ പുതിയ കൂട് വെക്കുമ്പോൾ അതിലേക്ക് പോകും. ഓഹോ, അങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. വീടുണ്ടാക്കി താമസിക്കുന്ന. അതന്നെ അതന്നെ. കുറച്ച് മുട്ട ഇതിൽ തന്നെ. ഇത് തേനെടുക്കുമ്പോൾ ചിലപ്പോൾ ഫുള്ള് ഇതാവുമ്പേ നമുക്ക് അതിൽ നിന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോകണം. കട്ടി
ക്ലീൻ ചെയ്ത് വെച്ചു. പൂമ്പൊടിയൊക്കെ കൂടി കുറച്ചൊന്ന് ഐഡിയ കിട്ടണം അതില്ലേ എടുക്കാനൊക്കെ. ഇതിലുണ്ടാവും. അപ്പം എന്താ അവിടെ എന്താ ചെയ്തത്? ഇത് കുറേ കുട്ടികളുടെ ആ കുട്ടികളൊക്കെ ഇതിലേക്ക് തട്ടിയതാണ് പുതിയ കൂട്ടിലേക്ക്. തേനീച്ചും കുട്ടികളൊക്കെ കൂടി ഒരുപാടുണ്ടല്ലേ. ആ ഒരു കുറേ പാറി പോകുന്ന ആൾക്കാരാണ്. കുറേ ഇതിലേക്ക് തട്ടിയേക്കണം. കുറച്ച് പൂമ്പൊടി മുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പൂമ്പൊടിയാക്കാണ് അല്ലേ? പൂമ്പൊടി ഇതാണ് പൂമ്പൊടി. നമ്മൾ മറ്റേ കൂട്ടിലേക്ക് ലേശം വേണം. പൂമ്പൊടിയാണ് ഇത്. പുതിയ കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇതിപ്പം നിങ്ങൾ ശരിക്കും എത്ര ദിവസം കൂടുമ്പോഴാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന? ഓരോ സെപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും 6 മാസം കൂടുമ്പോൾ ചെയ്യാം. സെപ്റ്റംബർ മാസത്തിൽ ഒരു ചെയ്യലുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂട് സെപ്റ്റംബറിലൊന്ന് ചെയ്തു. ഇതിപ്പോൾ എത്ര വർഷമായിട്ട്, എത്ര കാലമായിട്ട്? പിന്നെ ഒരു വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഒരു വർഷത്തിലൊരു ഇതിലാണ് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാ കൂടുകളും ആ ടൈം ആകുമ്പോൾ ഇങ്ങനെ മാറി ചെയ്യാം. ഒരു ചെറിയൊരു പീസ് തേൻ്റെ കൂടി വേഗം അടയ്ക്കുന്നുണ്ടല്ലേ? പറഞ്ഞു വേഗം അത് എന്താ പറയുക, കുറേ ആയിട്ട് അങ്ങനെ ഉണ്ട്. പൂമ്പൊടി നമ്മൾ കുറച്ചും കൂടെ മാറ്റി വെക്കുക. കുറച്ച് കണ്ടമാനം പൂമ്പൊടി ഉണ്ട്. അപ്പോൾ തേന് ഇതിൽ വല്ലാതെ ആകുന്നതിനേക്കാൾ നല്ലത് തേനും പൂമ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരിക ഇവർ. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് പോയിക്കോട്ടെ വെച്ചിട്ടാ കുറച്ച് പൂമ്പൊടി. ഇതിപ്പോ ഈ പൂമ്പൊടി കൊണ്ടുവന്നതിന് ശേഷം ഇത് അതിൽ കൊണ്ടുപോയി വെച്ച് അതിന്നാണിത് ഇവര് എക്സ്ട്രാക്ട് ഇങ്ങനെ ആയിട്ടോട്ടോ ഇങ്ങനെ മാറും. ഇവര് തന്നെ മാറ്റുന്നതാണ്. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്യും അല്ലേ? പൂമ്പൊടി സെപ്പറേറ്റ് ചെയ്തിട്ട് തേനാക്കി മാറ്റും. ഞാൻ ഈ കൂടൊന്ന് മാറ്റി മറ്റൊരു കയറിക്കൂടല്ലോ, ഒരു കൂടായിട്ട് കൊണ്ടുവച്ചേക്കാം. ശരി ശരി. ഒരു കൂട് വെച്ചാലേ പുറത്തുണ്ട്. മറ്റൊന്ന് ലൂസാക്കി 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 ലൂസ് വിട്ട തേനതാ. ഇതൊക്കെ തേനാണ്. ലക്ഷക്കണക്കിന് പിന്നെ ചെറുതേനീച്ചകളുടെ അല്ലേ ശ്രമം. കൂട് തുടച്ചിട്ട് വേണമെങ്കിൽ വെക്കാം. അതിൽ ജീവുള്ളതൊന്നും ഉണ്ടാവില്ല. കുറവായിരിക്കും. അതാ പറഞ്ഞ അതാണ് ഐറ്റങ്ങൾ അവിടെ ആയത്. ഫുൾ അവിടേക്ക് മാറിയുണ്ട്. ഇവിടെ കുറച്ച് ഇത് പ്യുവർ റോ മെറ്റീരിയൽ അല്ലേ? എന്ന് വെച്ചാൽ റോ ഹണിയാണിത്. ഉണ്ടല്ലേ സൈഡില്. സൈഡിൽ തേനും ഉണ്ടാക്കും. റാണീനെ കണ്ടോ? റാണീനെ ഞാൻ ഇത് കണ്ടില്ല, ബ്ലൈൻഡ് ആയിട്ട് ചെയ്താ. അപ്പോൾ എന്താ വെച്ചാൽ കാണണം നിർബന്ധമില്ല. അതെന്താ വെച്ചാൽ നമ്മൾ കൊട്ടിയില്ലേ ഇപ്പം അങ്ങനെ, ആ കൊട്ടിയപ്പം മെല്ലെ എവിടെ ഒളിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ എടുത്തു വെച്ച് അതിൽ കയറിയിട്ടുണ്ടാവും. ഏത് നമ്മൾ എടുത്തു വെച്ച മുട്ട പറന്ന് വരുമോ? ഇല്ല, പാറൂല. പാറുന്ന പരിപാടിയില്ല. നോക്കട്ടെ ഇതിലെവിടെ ഉണ്ടോന്ന്. ഇതാ സിനിമ ഇതൊന്നും എടുത്ത് കഴിച്ചു നോക്കിയതാ. അത് ഒറിജിനൽ അല്ലേ? ഇതാ അതിൽ കുറച്ച് ഇതുണ്ട്, അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഒരു തേനീച്ചേൻ്റെ കുടുങ്ങിയിട്ടുണ്ട്. ഇതിലൊരു തേനീച്ച കുടുങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് നമ്മളെ കുറച്ചും കുടിച്ചോ, കുറച്ച് കുടിച്ചോ. ഇപ്പൊ കഴിച്ചോട്ടെ നിങ്ങളെ. അവ്വാ, ഭയങ്കര സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ. ശരിക്കും ഇത് ഭയങ്കര റോ മെറ്റീരിയൽ ആണ് അല്ലേ? ഒന്നും മിക്സ് ചെയ്യാത്ത ഡയറക്റ്റ് നമ്മൾ കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. പൂമ്പൊടി താന് അല്ല ഇല്ലേ?
ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് ആളുകൾ ഇതിൽ കയറും. ശരിയല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് ഫിക്സ് ആയില്ലേ? അപ്പോൾ പൂമ്പൊടി കഴിക്കല്ലേ? ചെറിയൊരു പീസ് കഴിച്ചു നോക്കി. ഇത് കഴിക്കങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ്. ഒരു പുളിപ്പും മധുരമൊക്കെ കൂടി കൂടിയിട്ട് അടിപൊളി ഒരു മെഡിസിൻ കഴിക്കുന്ന പോലെ ഉണ്ടല്ലേ? അപ്പം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റൂലേ? കഴിക്കാൻ പറ്റും. അടിപൊളി. ഫസ്റ്റ് എനിക്ക് എക്സ്പീരിയൻസ് അതെനിക്ക്. ഓക്കെ, താങ്ക് യു. ഇത് പഴിച്ചു വിടുകയാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേ. അതേപോലെ ഫുള്ളായി തുറന്നു വിടുക. എല്ലാവരും ഒരു പുറത്തേക്ക് പോരും. ഓഹോ, ഫുള്ള് പറന്നടക്കുന്നുണ്ട്. ഫുള്ള് ചുറ്റുവട്ടം നമ്മുടെ മേലെ കൈമലെല്ലാം ഉണ്ട്. ഫുള്ള് പറക്കുന്നു. ചെവിയിൽ വരെ കയറുന്നുണ്ട്. ചെവിയിൽ വരെ കയറുന്നത് നോക്കണേ. ഇപ്പൊ കഴിഞ്ഞില്ലേ അല്ലേ ഇവിടുത്തെ മോയതാ? ഓ, എന്റെ കൈമലക്കായി ഒരു പോലെ ഇതാ അവിടെ കേറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ തേനീച്ചനെ കുറിച്ച് ഒരുപാട് കണ്ട്, പിന്നെ തേൻ എടുക്കുന്നത് കണ്ട്, പൊടി പിന്നെ പൂപ്പൊടി അല്ലേ, പൂപ്പൊടി എന്താ പറയാ, പൂമ്പൊടി അതെല്ലാം നമ്മൾ കണ്ട്. പിന്നെ എന്തൊക്കെയാ ശരിക്കും സത്യത്തിൽ തേനീച്ചന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ ഉപയോഗം? തേനീച്ച നമ്മള് പിന്നെ പോളിനേഷന് നമ്മളെ ഫ്രൂട്ട്സ്, പോളിനേഷൻ മീൻസ് പരാഗണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മളെ പച്ചക്കറി എല്ലാത്തിനും പിന്നെ പരാഗണമൊക്കെ നടക്കണമെങ്കിൽ ആൾക്കാര് പിന്നെ ഇങ്ങനെ ഈ എന്താ പറയാ കൃഷി ചെയ്യുന്നവരിത് തേനീച്ച ഉണ്ടെങ്കിൽ എല്ലാത്തിലും പെട്ടെന്ന് പരാഗണം ഡ്രാഗൺ ഫ്രൂട്ട്. തേനീച്ചക്ക് മാത്രമുള്ള പ്രത്യേകത തേനീച്ചയാണല്ലോ. തേനീച്ചയും കൊച്ചു പൂമ്പൊടികൾ പരാഗണം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് തേനീച്ച. ചെറുതേനീച്ചയൊക്കെ തന്നെയാണ്. അത് ശരിക്കും എല്ലാവർക്കും അറിയാത്തൊരു സംഭവം. നമ്മൾ തേനീച്ച ശരിക്കും തേന് മാത്രം എടുക്കുന്നതാന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലേ? ഇത് ശരിക്കും ഒരു പുതിയ അറിവ് എന്നെ സംബന്ധിച്ചിട്ടോ. പോളിനേഷൻ എന്നാ പറയാ, പരാഗണം. ഓക്കെ. ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഉണ്ടാവില്ലല്ലോ. പരാഗണം നടന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. എന്തായാലും ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ആയിക്കോട്ടെ. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ നിങ്ങൾ വെയിലത്ത് വെക്കാൻ കാരണം? ഇത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ തേന്റെ അത് മെഴുകുന്ന ഒക്കെ ഉരുകിയിട്ട് താഴേക്ക് വരും. പിഴിയൊന്നും വേണ്ട, എളുപ്പമാവും നിങ്ങൾക്ക്. നമ്മൾ പിഴിയൊന്നും വേണ്ട, ഇത് അങ്ങനെ തന്നെ ഈ ചൂടായിട്ട് നേരെ ഉരുകി താഴേക്ക് വരും. അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ എടുത്തു വെച്ച തേനാണ്. ഇതൊക്കെ റെഡി. ഇതിപ്പോ എത്ര ദിവസമാണിത്? ഇത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഫുൾ എല്ലാ ബോക്സും ഓരോരോ ബോക്സ് എടുത്തു വെച്ചതാണ്. ഇതിപ്പോ റോ എന്ന് വെച്ചാൽ ഒന്നും ഡയറക്റ്റ് എടുത്ത സാധനങ്ങൾ. ഇപ്പൊ നിങ്ങൾ സ്റ്റോക്ക് ഇങ്ങനെ ആർക്കും കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും കസ്റ്റമേഴ്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്പർ കൊടുക്കട്ടെ? നമ്പർ കൊടുക്കാം. കൂടും വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ പൂമ്പൊടി ഉണ്ടാവില്ല. പൂമ്പൊടി പിന്നെ നമ്മളിവിടെ പൂമ്പൊടിന്റെ എന്തൊക്കെയാ? പൂമ്പൊടി നല്ല മെഡിസിൻ ആണ് കുട്ടികൾക്ക് കൊടുക്കാനും അങ്ങനെയൊക്കെ. ശരിക്കും ഈ ഇതില്ലേ ഇപ്പൊ എന്താ പറയാ, ഈ ചെറുത്തേന് പറയുന്നത് ആയുർവേദത്തിന്റെ മദർ ഓഫ് മെഡിസിൻ ശരിക്കും ഇതിനെ അറിയപ്പെടുന്നത്. അത്രക്കും വാല്യൂ ഉള്ള ഒരു ഔഷധം പോലെയാണ് ഈ തേൻ അല്ലേ? പിന്നെ പല മരുന്നുകളിൽ കൂട്ടാനും, പിന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് അൾസറിന്, അങ്ങനെ ഇമ്മ്യൂണിറ്റി, അങ്ങനെ പിന്നെ തടി കുറയ്ക്കാൻ പിന്നെ ഞാൻ നെറ്റിൽ നോക്കി. അപ്പൊ ഇതിന് ഭയങ്കര സാധാരണ തേന്റെ ഒരു ഡബിൾ വിലയാണ്, ക്വാളിറ്റിയും ഭയങ്കരമാണെന്ന് പറയുന്നത്. ഇതിന്റെ എന്ന് വെച്ചാൽ ഇതിന്റെ ഉപയോഗം ചൂടുവെള്ളത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ തടി കുറയാനോ, പിന്നെ തണുത്ത വെള്ളത്തിലാവുമ്പോ തടി കൂടുന്നാ പറയല്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം നിങ്ങളെ വന്ന് കാണാൻ പറ്റിയതും പിന്നെ ഇത് എല്ലാവരും കാണിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ നമ്പർ എന്തായാലും കൊടുക്കാം. നമ്പർ കൊടുത്താൽ നമ്മൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, ഇതിൽ തന്നെ കൊടുക്കാം. കൂട് വേണമെങ്കിൽ കൂടും. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് വരെ ഇത് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. കൂട് നമ്മൾ ഇതിന്റെ കൂട് തന്നെ കൊടുക്കും. ഇത് പിന്നെ റാണി അടക്കമുള്ള കൂട് നമ്മൾ എല്ലാം റെഡി ആയി കൊടുക്കും. സെറ്റ് ചെയ്ത കൂട് നല്ല പറഞ്ഞു കൊടുക്കും. ഡീറ്റെയിൽ ഒക്കെ എങ്ങനെ വേണോ എങ്ങനെ വളർത്തണം.
ഓക്കെ, എന്നാൽ ഇതിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞങ്ങളെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.